ദോശയ്ക്കും ഇഡ്ഡലിക്കും കോമ്പിനേഷൻ ആയിട്ടുള്ള 3 വ്യത്യസ്ത ചട്നി സിമ്പിളായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തക്കാളി ചട്നി, തേങ്ങാ ചട്നി, പുതിന ചട്നി. ഈ 3 വ്യത്യസ്ത ചട്നി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് തക്കാളി ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ ഉഴുന്നോ അല്ലെങ്കിൽ ഇതുപോലെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നോ ചേർക്കാം. നല്ലൊരു ചുമന്ന നിറം ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് കോരി മാറ്റാം. ഈ ചട്നിയിലേക്ക് ഞാനൊരു 5 ചെറിയ ഉള്ളിയും 3 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കാം. സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ 2 വറ്റൽമുളക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് 2 or 3 വറ്റൽമുളക് എടുക്കാവുന്നതാണ്. വറ്റൽമുളക് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊരു ബൗളിലേക്ക് പകർത്താം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിരുന്നാലും മതി. എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. നല്ല ചുമന്ന് പഴുത്തിട്ടുള്ള ടൊമാറ്റോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചട്നിക്ക് നല്ലൊരു സ്വാദും കളറും കിട്ടും. 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയുടെ സ്കിന്ന് ഞാൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ഒരു 8 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിരുന്നാലും മതി. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നല്ല പഴുത്തിട്ടുള്ള തക്കാളി ആയതുകൊണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഇതുപോലെ ഒന്ന് ഇളകി വരും. ഇനി നമുക്ക് ഈ ഒരു തക്കാളിയുടെ സ്കിൻ അതിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ തക്കാളിയുടെയും സ്കിന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്തിരുന്നാലും മതി. ഇനി നമുക്കൊരു തടിത്തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പുളിവെള്ളം ചേർക്കുമ്പോൾ തക്കാളി ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ടാണ്. ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതിലേക്ക് ചേർത്തിരുന്നാൽ മതിയാവും. ഇനി ഇതുകൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ ചട്നിക്ക് നല്ലൊരു കളർ കിട്ടും. എന്നാൽ അധികം എരിവും വരില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവ് ഒരു 3 എണ്ണം വരെയൊക്കെ ചേർക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് ആ ഒരു ചട്നിക്ക് വേണ്ട കൺസിസ്റ്റൻസി ആവുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സറിൻ്റെ ജാറിൽ വറ്റൽമുളക് ചേർത്ത് അരച്ചെടുക്കാം. ഏറ്റവും ലാസ്റ്റ് ഉഴുന്നുപരിപ്പ് ചേർത്ത് തരിതരിപ്പോട് കൂടി അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ചട്നി താളിക്കുന്നതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇപ്പോൾ തക്കാളി അരച്ചെടുത്തിട്ടുള്ളതെല്ലാം ഒരു ബൗളിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഉഴുന്നുപരിപ്പ് നമ്മൾ തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുമ്പോൾ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് തക്കാളി ചട്നിയിലേക്ക് താളിക്കാം. അങ്ങനെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ചട്നിക്ക് കിട്ടുന്നത്. അടുത്തതായിട്ട് നമുക്ക് തേങ്ങാ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് തേങ്ങാ ചിരകിയത് ചേർക്കാം. അതുപോലെ 2 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയുടെ അളവ് കൂടിപ്പോകരുത്, വളരെ ചെറിയൊരു കഷ്ണം മാത്രം മതി. അതുപോലെ എരിവുള്ള 1 or 2 പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് അതുപോലെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല കട്ടിക്ക് അരച്ചെടുക്കാം. ഇനി
ഇത് താളിക്കുന്നതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ വഴറ്റി വെച്ചിട്ടുള്ളതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർക്കാം. ഇനി തേങ്ങാക്കൂട്ടിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി നേരം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും ചെറിയ തീയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ചട്നിയിലേക്ക് വേണ്ട കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. തേങ്ങാ ചട്നിക്ക് നല്ലൊരു വെണ്മ കിട്ടുന്നതിനായിട്ട് നമ്മൾ ആദ്യം തേങ്ങ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ചതഞ്ഞ് വരുന്ന പരുവത്തിൽ അരച്ചെടുക്കാം. ഒത്തിരി ഫൈനായിട്ട് അങ്ങ് അരഞ്ഞു പോകാതെ ചതഞ്ഞ് കിടക്കണം. ആ ഒരു പരുവത്തിന് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങാ ചട്നിക്ക് വെണ്മയും അതുപോലെ സ്വാദും കൂടും. ഇപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നിയിൽ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇത്ര മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് തേങ്ങാ ചട്നി മാറ്റി വെക്കാം. ഒത്തിരി നേരം ഇത് തിളയ്ക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പുതിന ചട്നി തയ്യാറാക്കാം. പുതിന ചട്നിക്ക് വേണ്ടി ഞാനിവിടെ കുറച്ച് പുതിനയിലയും അതുപോലെ പകുതി അളവിൽ മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പുതിനയിലേക്ക് 1/2 കപ്പ് മല്ലിയില ഇതൊരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം ഒരു ചെറിയ ഉള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു വെളുത്തുള്ളി, എരിവുള്ള 1-2 പച്ചമുളക് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ ചട്നിക്ക് കൂടുതൽ സ്വാദ് കിട്ടുന്നതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അതുപോലെ ചട്നിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുന്നതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടി ചേർക്കാം. ഒരു 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. അപ്പോൾ ചട്നിക്ക് നല്ലൊരു തിക്നെസ്സും അതുപോലെ നല്ല സ്വാദും കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല കട്ടിക്ക് അരച്ചെടുക്കാം. അതുപോലെ പുതിന നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ തണ്ടിന് കട്ടിയുണ്ട് എന്നുണ്ടെങ്കിൽ ഇല മാത്രം എടുക്കുക. തണ്ട് കട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് തന്നെ ചേർക്കാം. ഇപ്പോൾ എല്ലാം അരച്ചത് ഒരു ബൗളിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ച് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 വറ്റൽ മുളകും അതുപോലെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പുതിനയുടെ ആ മിക്സ് ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് കടലപ്പരിപ്പൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഇതിൽ നല്ലൊരു തിക്നെസ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഈ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ പുളിവെള്ളം കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പുതിനയില ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇഡ്ലിക്കും ദോശയ്ക്കും കോമ്പിനേഷൻ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള 3 വ്യത്യസ്ത ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.